നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. ഇറാൻ സമാധാന കരാറിന് വഴങ്ങിയില്ലെങ്കിൽ കനത്ത നാശമെന്നാണ് വീണ്ടും ട്രംപിന്റെ ഭീഷണി. ടെഹ്റാനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശക്തമായ ആക്രമണം ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതായും ട്രംപ് വെളിപ്പെടുത്തുകയാണ്. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പുതിയ അവകാശവാദമൊക്കെ ഉള്ളത്. പക്ഷേ ആരെയൊക്കെയാണ് വധിച്ചതെന്നും മറ്റും ട്രംപ് പറഞ്ഞിട്ടില്ല. അതേസമയം ചില ദൃശ്യങ്ങളൊക്കെ ട്രംപ് പങ്കുവെക്കുന്ന പശ്ചാത്തലം ഏറെ പ്രധാനമാണ്. 1 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യത്തിൽ ചില നേതാക്കളെ വധിച്ചു എന്നും മറ്റും പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വൻ ആക്രമണത്തോടെ ഈ നേതാക്കൾ അവസാനിക്കപ്പെട്ടു എന്ന കുറിപ്പോടെയാണ് ട്രംപ് വീഡിയോ പങ്കുവച്ചത്. നിരവധി തവണ സ്ഫോടനങ്ങൾ നടക്കുന്നത് വീഡിയോയിൽ കാണാം. എന്നാൽ ആക്രമണത്തിൽ ദൃശ്യം പങ്കുവച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴാണെന്നോ ആരെയൊക്കെയാണെന്നോ എന്നൊന്നും വ്യക്തമാക്കാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ അമേരിക്കയുമായി കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനുമേൽ നരകം പെയ്തിറങ്ങുമെന്ന ട്രംപിൻ്റെ അന്ത്യശാസനം തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനിടയിൽ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നു. അതിൽ തങ്ങളുടെ ഏറ്റവും മാരകമായ സ്റ്റെൽത്ത് മിസൈലുകൾ JASSMER ക്രൂയിസ് മിസൈലുകൾ യുദ്ധഭൂമിയിലേക്ക് എത്തിക്കുന്നുവെന്ന വിവരം മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ നീക്കം. പസഫിക് മേഖലയിലെ കരുതൽ ശേഖരത്തിൽ നിന്ന് മിസൈലുകൾ സെൻട്രൽ കമാൻഡ് ബേസുകളിലേക്കും ബ്രിട്ടനിലെ ഫെയർഫോർഡിലേക്കും മാറ്റാൻ ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 600 മൈലിലധികം, അതായത് 965 കിലോമീറ്റർ ദൂരപരിധിയുള്ള സ്റ്റെൽത്ത് മിസൈലുകൾ ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധത്തെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ശേഷിയുള്ളവയാണ്. വിനോദ്, ഇപ്പോൾ അവസാന അടവിലേക്ക് ട്രംപും അമേരിക്കയും പോവുകയാണോ? ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ദുർബലമാക്കിയത് സ്ഥിരമായി അവകാശപ്പെട്ടെങ്കിലും 2 വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത്. അതവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, MER ക്രൂയിസ് മിസൈലുകൾ എന്നത് ഈ വിനാശം, പറക്കുന്ന വിനാശം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും കടുത്ത ഒരു ഘട്ടത്തിലേക്ക് അമേരിക്ക കടക്കുന്നു എന്ന സംശയം തോന്നിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അവരുടെ നീക്കങ്ങൾ. ഈ പൈലറ്റിനെ കണ്ടെത്തുക എന്നത് ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇതൊരു ഊരാക്കുടുക്കായി മാറിയിരിക്കുകയാണ്. യുദ്ധം 4 ആഴ്ച കൊണ്ട് അവസാനിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും പക്ഷേ അത് കടന്നു പോകുന്നു. 35 ദിവസം പിന്നിടുന്നു. അതുകൊണ്ട് തന്നെ ഇനി 2 ആഴ്ച കൂടി എന്നൊരു കാര്യമാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അവിടെയും കാര്യങ്ങൾ അവസാനിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. കൂടുതൽ സേനാ വിഭാഗം അല്ലെങ്കിൽ ആയുധങ്ങൾ ഇറാന് അടുത്തേക്ക് അമേരിക്ക കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അമേരിക്കയിലും ചില ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ആർമി ചീഫിനെ ഉൾപ്പെടെ 9 ഉന്നത ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ ദിവസം സ്ഥാനഭ്രഷ്ടരാക്കിയത്, ട്രംപ് ഒഴിവാക്കിയത്. ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് ആർമി ചീഫിനെയൊക്കെ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ആളെ വെക്കുക എന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ്. ആ തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ക്രൂയിസ് മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾ കൂടുതലായി കൊണ്ടുവരുന്നത്. പസഫിക് മേഖലയിലെ കരുതൽ ശേഖരത്തിൽ നിന്ന് മിസൈലുകൾ സെൻട്രൽ കമാൻഡ് ബേസുകളിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഈ ഇറാനുമായി ബന്ധപ്പെട്ട പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റ് കേന്ദ്രങ്ങളിലേക്കുമൊക്കെ മാറ്റാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. 600 മൈലിലധികം, അതായത് 965 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ സ്റ്റെൽത്ത് മിസൈലുകൾ ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ കെൽപ്പുള്ളവയാണ്. ഏകദേശം $1.5 ദശലക്ഷം വില വരുന്ന മിസൈലുകളാണിത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി കാണണം രഞ്ജിത്ത്. കാരണം നേരത്തെ തന്നെ അമേരിക്ക ചെലവിടുന്ന പണവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ വന്നിരുന്നു. ഏതാണ്ട് 9,000 കോടിയോളം രൂപ, ഇന്ത്യൻ രൂപയിൽ നോക്കിയാൽ 9,000 കോടിയോളം രൂപ പ്രതിദിനം യുദ്ധച്ചെലവിനായി അമേരിക്ക വഹിക്കുന്നുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്ന് അമേരിക്കയിലെ ജനങ്ങൾ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെതിരെ അമേരിക്കയിൽ ഒരു വിഭാഗത്തിൻ്റെ പ്രതിഷേധം വരുന്നത്. മറ്റ് കാര്യങ്ങൾ കൂടി നോക്കിയാൽ പക്ഷേ ഇതിൽ നിന്ന് പിന്നാക്കം പോകാൻ ഇതുവരെ ട്രംപിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഊരാക്കുടുക്കായി മാറുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അമേരിക്കയുടെ 2 യുദ്ധവിമാനവും നേരത്തെ പറഞ്ഞതുപോലെ A-10 വിമാനവും ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. ഈ 2 ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിൽ വന്നിരുന്നു. ഈ ഹെലികോപ്റ്ററുകൾക്ക് നേരെയും ഇറാൻ വെടിയുതിർത്തു. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ശേഷി എത്ര എന്ന് അളക്കുന്നതിൽ അമേരിക്കയ്ക്ക് പിഴച്ചു എന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി കണക്കാക്കേണ്ടത്. ആദ്യ ആഴ്ചകളിൽ അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന 2300 മിസൈലുകളുടെ ശേഖരത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 425 എണ്ണം മാത്രമാണെന്ന കണക്കുകൾ വരുന്നു. 75 മിസൈലുകൾ തകരാർ മൂലം ഉപയോഗിക്കാൻ കഴിയാത്തവയാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ആ തരത്തിൽ
ഈ അമേരിക്കയുടെ ആയുധശേഖരം കുറയുന്നു, അവരുടെ സാമ്പത്തിക ചെലവ് കൂടുന്നു, എന്നാൽ യുദ്ധം ഒഴിവാക്കി തിരികെ പോകാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് പോകുന്നു. അത് അവർക്കുണ്ടാക്കുന്ന ക്ഷീണം, മാനക്കേട് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഏതെങ്കിലും തരത്തിലൊരു സന്ധിയിലെത്തുക എന്നതാണ്. അവിടെയാണ് 15 കരാറുകൾ, ഉപാധികൾ മുന്നോട്ട് വെച്ചത്. ഇറാനാകട്ടെ അതിലേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ ഹോർമൂസിൻ്റെ അധികാരം പങ്കുവെക്കുന്ന അമേരിക്കയുടെ നിർദ്ദേശം പൂർണ്ണമായി തള്ളുന്നു. ആണവ നിരായുധീകരണം, പ്രത്യേകിച്ച് ഈ യുറേനിയം സമ്പുഷ്ടീകരണം പോലെയുള്ള കാര്യങ്ങൾ ഊർജ്ജാവശ്യത്തിനാണെന്ന് പറയുന്നു. അതിലൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അമേരിക്ക കരുതിയതിനേക്കാൾ എത്രയോ മടങ്ങ് അപ്പുറത്താണ് ഇറാന്റെ ആയുധശേഷി എന്ന കാര്യമാണ് ഓരോ ദിവസം കഴിയും തോറും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഇതിനിടയിൽ അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായി ഇറാൻ തിരിച്ചടിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശനിയാഴ്ച രാത്രി വൈകി ബഹ്റൈനിലും കുവൈറ്റിലും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണ പരമ്പരകളിൽ സുപ്രധാന സർക്കാർ കെട്ടിടങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുവൈറ്റിലെ വിവിധ മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി കോംപ്ലക്സ് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇതിൽ കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. 2 പ്രധാന വൈദ്യുതി ജലവിതരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ബഹ്റൈനിലെ പ്രമുഖ ഇന്ധന കമ്പനിയായ ബാബ്കോയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. അങ്ങനെ നിരവധിയായ ആക്രമണങ്ങൾ ഇപ്പോൾ ബഹ്റൈനിലും കുവൈറ്റിലും മറ്റുമായി ഇറാൻ നടത്തുന്ന പശ്ചാത്തലം ഏറെ നിർണായകമായി മാറുകയാണ്. വിനോദ്, ഗൾഫ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുകയാണ്, മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിക്കുന്നു. വലിയ പ്രതിസന്ധി ബഹ്റൈനും കുവൈറ്റും ദുബായും അടക്കമുള്ള GCC രാജ്യങ്ങളിൽ സംഭവിക്കുകയാണ്. രഞ്ജിത്ത്, GCC രാജ്യങ്ങളുടെ ഭാവി തന്നെ ഇനി എന്താകും എന്ന് വലിയ ചോദ്യം ഉയർത്തുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് യുദ്ധം അവസാനിച്ചാൽ പോലും ഈ പ്രതിസന്ധി അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാനിലെ ആണവ കേന്ദ്രത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അമേരിക്ക സഖ്യസേന നടത്തിയ ആക്രമണം. അവിടെ ചെറിയ തോതിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആണവ വികിരണം ചെറിയ തോതിലുണ്ട്, എന്നാൽ അങ്ങനെ അപകടകരമായ രീതിയിലില്ല എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ അങ്ങനെ വലിയ ആക്രമണം ഉണ്ടായാൽ അത് ബാധിക്കാൻ പോകുന്നത് ഇറാനെ മാത്രമല്ല, ടെഹ്റാനിലേക്ക് അതിൻ്റെ വികിരണങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ഈ പെർഷ്യൻ കടലിടുക്കിൻ്റെ ഒരു വശത്ത് ഇറാനും മറുവശത്തായി കുവൈറ്റ്, ഖത്തർ പോലുള്ള രാജ്യങ്ങൾ, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ബാധിക്കുന്ന രാജ്യങ്ങൾ ഇവയായിരിക്കും. അമേരിക്കയ്ക്ക് സൈനിക താവളം നൽകിയിട്ടുള്ള രാജ്യങ്ങളാണ്, അമേരിക്കയുമായി സഖ്യമുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഈ ആണവ ചോർച്ച ഉണ്ടായാൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രമായിരിക്കില്ല ഈ വികിരണം ഉണ്ടാകുക, അത് ആ പ്രദേശത്താകെ ബാധിക്കുന്ന നിലയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ആകാശ മാർഗം നോക്കുമ്പോൾ ഈ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിന്ന് വളരെ അകലെയല്ലാതെയാണ് ഈ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ്റെ മുഴുവൻ മേഖലയിലും അത് വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സമീപ രാജ്യങ്ങളിലേക്ക് ആണവ വികിരണം ഉണ്ടാകും. അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഗൾഫിൻ്റെ ഒരു നാശത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്ന നിലയുണ്ടാകും. അവിടെ അമേരിക്കയും ഇസ്രയേലും കൈകഴുകി പോകാനുള്ള എല്ലാ സാധ്യതകളും ഈ നയതന്ത്ര വിദഗ്ധർ അല്ലെങ്കിൽ വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതാണ്. യുദ്ധം ഒരുപക്ഷെ ആത്യന്തികമായി കെടുതി ഉണ്ടാക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിലാണ്, അവിടുത്തെ രാജ്യങ്ങൾക്കാണ്. അവിടെ സുന്നി ഷിയ തർക്കങ്ങളൊക്കെ പറഞ്ഞാൽ പോലും ഈ രാജ്യങ്ങൾ പരസ്പരം ഇല്ലാതാകുന്ന നിലയിലേക്ക് ഈ യുദ്ധം കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇന്ത്യക്കാർക്കും കേരളീയർക്കും ഒക്കെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ധാരാളം ജനങ്ങൾ, നമ്മുടെ ഒരുപാട് ആളുകൾ അവിടെ കഴിയുന്നുണ്ട്, ജോലിയെടുക്കുന്നുണ്ട്, പല ആവശ്യങ്ങളുമായി അവിടെ എത്തുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക തകർച്ചയും അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങൾക്കുണ്ടാകുന്ന കെട്ടിടങ്ങൾക്കും മറ്റും ഉണ്ടാകുന്ന കേടുപാടുകളൊക്കെ അവരുടെ സാമ്പത്തിക നട്ടലിനെ തകർക്കുന്ന നിലയിലേക്ക് മാറും. ഇപ്പോൾ തന്നെ ബഹ്റൈനിലെ പ്രമുഖ ഇന്ധന കമ്പനിയായ ബാബ്കോയ്ക്ക് നേരെയും ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. സിത്ര ഐലൻഡിലെ റിഫൈനറിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ വൻ തീപിടുത്തമുണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേഖലയിലെ US സൈനിക താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും നേരെ ഇറാൻ കൃത്യതയാർന്ന കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.